പ്രിയപ്പെട്ടവരെ, എലവഞ്ചേരിയിലെ കൊടുവാൾപ്പാറ പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എലവഞ്ചേരിക്ക് മുമ്പിൽ വിത്തനശ്ശേരിയുടെ ഭാഗത്ത് നിന്ന് തിരിഞ്ഞ് കൊടുവാൾപ്പാറയിലേക്ക് എത്തിയാൽ ചരിത്ര പ്രാധാന്യമുള്ള ഈ കൊടുവാൾപ്പാറയിലേക്ക് എത്താം. ഇവിടെ ഈ കല്ലുകളെല്ലാം കാണാം. ഇവിടെ ഒരു അമ്പലം കാണാം. ഇത് വടക്കുന്നാഥൻ അമ്പലം എന്നാണ് പറയുന്നത്. വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ പച്ചക്കറി കൃഷിയും മറ്റൊക്കെ വ്യാപകമായി ചെയ്യുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ. ഇവിടുത്തെ പ്രാധാന്യം, ചരിത്ര പ്രാധാന്യം പറഞ്ഞ ഇവിടെ നന്നങ്ങാടികൾ ഒന്ന് രണ്ടെണ്ണം കണ്ടെത്തിയിട്ടുണ്ട്. നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെയാണ് ഈ സ്ഥലം ശ്രദ്ധിച്ചാൽ കാണാം. നന്നങ്ങാടിയിലേക്ക് നമ്മൾ കുറേ നന്നങ്ങാടികളുണ്ട്. കുറച്ചെണ്ണം ഈ സ്വകാര്യ സ്ഥലമായി മാറിയതിന് ഉള്ളിലാണ്. ഒരു നന്നങ്ങാടി ഇപ്പം ഞാൻ കാണിച്ചിരുന്നതാണ്. വേറൊന്ന് കാട് മൂടി കിടക്കുന്നുണ്ട്. നന്നങ്ങാടികൾ കുറേ ഉണ്ട്. നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെയുള്ള പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ വല്ലാത്തൊരു ഭംഗി കൂടിയുള്ള സ്ഥലമാണ്, പ്രകൃതിപരമായ ഭംഗിയുള്ള സ്ഥലം. പച്ചക്കറി കൃഷി, നെൽകൃഷിയൊക്കെ നന്നായി ചെയ്യുന്ന തനി ഗ്രാമീണ മേഖലയായ നാട്ടിൻപുറത്ത് ആണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ തൊടിയുടെ ഉള്ളിലാണ് നന്നങ്ങാടികൾ കൂടുതലുള്ളത്. ഒരു നന്നങ്ങാടി കാണാവുന്ന രീതി വളരെ പുറത്ത് തന്നെ ഉണ്ട്. ഇതാണ് ഈ നന്നങ്ങാടി. നന്നങ്ങാടി കണ്ട അറിയാം, പണ്ടൊക്കെ വളരെ വർഷങ്ങൾ പഴക്കമുള്ള കുറേ ആൾക്കാർ താമസിക്കാനും മറ്റും ഉപയോഗിച്ചിരുന്ന വർഷങ്ങൾക്ക് പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള നന്നങ്ങാടിയാണിത്. അതുപോലെ പലതുണ്ട്. ശരിക്കും നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെയാണ്. ആ ഭംഗി നോക്കൂ, വളരെ ഭംഗി കാണാം. ഈ പാടങ്ങൾ താഴെ ഉള്ള നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെയുള്ള ഈ പ്രദേശം വളരെ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇനിയും നന്നങ്ങാടികളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. ചിലത് ഇതിൽ മൂടിയിട്ടുണ്ട്, ചെടികളൊക്കെ ഒന്ന് മൂടിയിട്ടുണ്ട്. എങ്കിലും ശ്രദ്ധിച്ചാൽ ഇതൊരു നന്നങ്ങാടി നമുക്ക് കാണാൻ കഴിയും. നന്നങ്ങാടിയുടെ ഒരു ഭാഗം കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രദേശമാണ് കൊടുവാൾപ്പാറ എന്ന പ്രദേശത്തേക്ക് കാണുന്നതിന് വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ നാട്ടിലിങ്ങനെ പ്രാദേശികമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ആദ്യം കാണേണ്ടത്. എന്നിട്ടാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കലൊക്കെ പിന്നീട് മതി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ന്യൂസിലൻഡും ആസ്ട്രേലിയയും അമേരിക്കയും ബ്രിട്ടനും എന്നതിനപ്പുറത്ത് അതിനേക്കാളൊക്കെ ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സാദരം കൊടുവാൾപ്പാറയിലേക്ക് ക്ഷണിക്കുന്നു.